കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്നു നിന്ന് ആദ്യമായി സാക്ഷ്യം പറയാൻ കിട്ടിയ അനുഗ്രഹത്തിന് അമ്മയോട് നന്ദി പറയുകയാണ്. ഞാൻ 2018-19 കാലഘട്ടത്തിൽ ഇവിടെ വരികയും എന്നാൽ ഉടമ്പടി എടുക്കുവാൻ പറ്റാതെ ഇവിടുത്തെ തിരക്ക് കണ്ട് തിരിച്ചു പോവുകയും ചെയ്തൊരു വ്യക്തിയാണ്. 2021 ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളൊക്കെ കൂടിയപ്പോൾ വീണ്ടും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗങ്ങളൊക്കെ വെച്ചിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഉപ്പൊക്കെ നമ്മുടെ 4 അതിർത്തിയിലൊക്കെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബ്രദറിന് പെട്ടെന്നൊരു വയ്യായിക വരികയും അറ്റാക്കായിട്ട് ബ്രദർ മരിക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടി എനിക്ക് പ്രാർത്ഥന ചെല്ലുവാനോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ദേഷ്യവും എല്ലാം കൊണ്ടും പ്രാർത്ഥനയൊക്കെ മുടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ കേൾക്കുമ്പോൾ അച്ഛൻ പറയുകയായിരുന്നു, ഇന്ന് ഉടമ്പടി എടുത്ത് നാളെ അതിന് ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വ്യക്തികളും അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, എല്ലാം നിങ്ങൾക്ക് പടിപടിയായി തിരിച്ചു കിട്ടുമെന്ന്. വീണ്ടും ഞാൻ എൻ്റെ പ്രാർത്ഥന തുടങ്ങി. വെളുപ്പിനെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ചെയ്യുവാനും ഒക്കെ തുടങ്ങി. കൃത്യമായിട്ട് പള്ളിയിൽ പോകുവാനും കുമ്പസാരിക്കാനും ഒക്കെ ആരംഭിച്ചു. ഒരു മാസം കഴിഞ്ഞു. അടുത്ത ഉടമ്പടി പുതുക്കുന്ന സമയമായി. അതിൻ്റെ തലേ ദിവസം 12 വർഷമായി ഹൈക്കോർട്ടിൽ ഞങ്ങളുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിർത്തി തർക്കമായിരുന്നു. അടുത്തുള്ളവർ ഞങ്ങളും പരസ്പരം മിണ്ടാറ് പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് പ്രശ്നമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആൾ വരികയും ഞങ്ങൾ വിചാരിക്കാണ്ട് തന്നെ ഞങ്ങളുടെ വസ്തുവകൾ അളന്ന് ഒരാഴ്ച കൊണ്ട് മതിൽ കെട്ടി തീർക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും പരസ്പരം രമ്യതയിലാവുകയും ചെയ്തു. അത് എനിക്ക് വളരെയധികം ഒരു അനുഭവമായിരുന്നു. കാരണം അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ നമുക്ക് തരും എന്നുള്ള 12 വർഷമായി എപ്പോഴും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരുവിധം പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നൊരു വ്യക്തിയും കൂടിയാണ്. എന്നിട്ടും എന്നെ ഇതുവരെയും മാതാവോ ഈശോയോ സഹായിച്ചില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിപൂർണതയിൽ എല്ലാം നമുക്ക് തരും എന്നുള്ളൊരു സാക്ഷ്യം കൂടിയായിരുന്നു അത്. പിന്നീട് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഓണഫണ്ട് വെച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു 2.5 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എനിക്കൊരു ലോൺ ശരിയാവുകയും എനിക്ക് നാണക്കേടുണ്ടാവാതെ മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് അമ്മ അതെല്ലാം കൊടുത്ത് സഹായിക്കുകയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അത് എൻ്റെ ഒരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പിന്നീട് ഞാൻ ജോലി ചെയ്തിരുന്ന തൃപ്പൂണിത്തുറയിൽ തന്നെ ഒരു സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് കല്ലൂർ കത്തർക്കടവ് ബ്രാഞ്ചിലോട്ട് മാറ്റം കിട്ടുകയും അവിടെ മാനേജർ പോസ്റ്റിലോട്ട് മാറുകയും ചെയ്തു. അമ്മ തന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ടും നീണ്ട 1 വർഷം കഴിഞ്ഞു. ഞാൻ സാക്ഷ്യം പറയുവാൻ ഇവിടെ വരുമ്പോൾ പലപ്പോഴും സാധിക്കാതെ പോകും. ബസ് കിട്ടി ഇവിടെ വരുമ്പോൾ ലേറ്റാവും. ഇന്ന് അമ്മ എനിക്കതിന് അനുഗ്രഹം തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കൂടാതെ ഞാനിപ്പോൾ സൺഡേ ക്ലാസ് ടീച്ചറായിട്ട് സേവനം ചെയ്യുന്നു. അതുകൂടാണ്ട് കാരുണ്യപ്രവർത്തികളായിട്ട് കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ പോകാറുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ എന്നെ അനുവദിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യൂട്യൂബിൽ ഞാൻ എല്ലാ അച്ഛൻ്റെ ആരാധനകളും കൂടാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം കേൾക്കാറുണ്ട്. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പരം വിധേയത്തിന് അങ്കിയണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഈ സഹോദരി നമ്മോട് പറഞ്ഞത് അവൾക്ക് 4 കാര്യം സാധിച്ചു കിട്ടിയെന്നാണ്. ഒന്നാമത്തത്, മനുഷ്യൻ്റെ മുൻപിൽ ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല. ഉടമ്പടിയെടുത്തതിന് ശേഷം ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ അവളെ സഹായിച്ചു. ഒരു ചിട്ടിയുണ്ടായിരുന്നു, സാമ്പത്തികമായ ഇടപാട്. അത് കൊടുക്കാതെ വന്നപ്പോൾ ലോൺ എടുക്കേണ്ടി വന്നു. പരിശുദ്ധമ്മ അവിടെ ചെന്നു. ഇതാണ് പറയുന്നത് സഞ്ചാരി അമ്മയാണ് നമ്മുടെ അമ്മയെന്ന്. അമ്മയോട് കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തരുതേ, അവരുടെ മുമ്പിൽ എനിക്ക് തല കുനിക്കാൻ ഇടവരുത്തരുതേ. ആ കണ്ണുനീരമ്മ കേട്ടു. അമ്മ പുത്രനോട് പറഞ്ഞു, അമ്മേ, മോനെ, അവരുടെ കാര്യത്തിൽ ഇടപെടണമേ. അവൾ ദിവ്യബലിയിലും കുമ്പസാരത്തിലും വചനവായനയിലും ഉടമ്പടിയിൽ കൃത്യമായി നിൽക്കുന്ന വ്യക്തിയാണെന്ന് അമ്മ ഈശോയോട് പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യരുടെ മുൻപിൽ അവളെ ഉയർത്തി തന്നെ നിർത്തി. ജോലിയില്ലാത്ത സാഹചര്യത്തിലെല്ലാം
അമ്മ കടന്നു ചെന്ന് ആ മോൾക്ക് ജോലി ലഭിച്ചു. അവൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മ കൊടുത്ത വലിയ കൃപയാണ്. കാരണം എന്താ? ഉടമ്പടി എന്താണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും കാരുണ്യ പ്രവൃത്തി ചെയ്യുകയും ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും ആ യൂട്യൂബിൽ ആരാധനയിൽ കണ്ണുനീരിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി അമ്മ അവളെ സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് നമ്മോട് പറയുകയുണ്ടായി. ഇതാണ് ഉടമ്പടി. ഉടമ്പടിയിൽ അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ പറയുന്നത്, ക്ലാസ്സിൽ പറയുന്നത്, നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ അനുഗ്രഹം കൂടുതലായിട്ട് കിട്ടും. ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ അമ്മ സാധിച്ചു തരും. അതാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. ഈ ഉടമ്പടിയിൽ നിങ്ങൾ കൃത്യതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, വിവേകത്തോടുകൂടി എഗ്രിമെൻ്റാണെന്ന് കരുതി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ടോളും. നിങ്ങളൊന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട, ആകുലപ്പെടേണ്ട. നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈശോ. ഈശോയെ മഹത്വപ്പെടുത്തുവാനാണ് ഈ മോൾ ചെയ്തത്. എന്നെ ലജ്ജിപ്പിക്കല്ലേ എന്നാണ് പറഞ്ഞത്. അവളെ സങ്കടപ്പെടുത്തിയില്ല. മറ്റുള്ളവരുടെ മുൻപിൽ ആ വലിയ സാക്ഷ്യം തന്ന് അവളിപ്പോൾ മറ്റുള്ളവർക്കൊരു മാതൃകയായി ഇടവകയിൽ പ്രവർത്തിക്കുന്നു. കൃപാസനത്തിലും പ്രവർത്തിച്ച് നല്ലതായി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മ അവളെ സഹായിച്ചു. അതിന് ഈശോയ്ക്ക്, അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.